ഞാനിപ്പോൾ ഗവൺമെന്റ് തിരുവണ്ണാമല മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. ഞാൻ എന്റെ മെഡിക്കൽ കോളേജ് റിലേറ്റഡ് വീഡിയോസ് ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് കുട്ടികൾ DM-ൽ വന്ന് മെസ്സേജ് ഇട്ട് ചോദിച്ചു, എങ്ങനെയാണ് MBBS ക്രാക്ക് ചെയ്തത്, എങ്ങനെയാണ് പഠിച്ചതെന്നൊക്കെ ചോദിച്ചു. ബേസിക്കലി ഞാനൊരു സൂപ്പർ റിപ്പീറ്റർ ആണ്. ആൻഡ് എന്റെ ഫസ്റ്റ് റിപ്പീറ്റിന് എനിക്ക് 200+ ആയിരുന്നു മാർക്ക്. സെക്കൻഡ് റിപ്പീറ്റിന് I guess 464. തേർഡ് റിപ്പീറ്റിനാണ് ഞാൻ എൻട്രൻസ് ക്രാക്ക് ചെയ്തത്. 200 to 600 മാർക്ക് വാങ്ങാൻ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇനി ഒരുപാട് സ്റ്റുഡൻസ് എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചു, എങ്ങനെ ഫിസിക്സ് പഠിച്ചേ, എന്താ ചെയ്തതെന്നൊക്കെ ചോദിച്ചു. ഞാൻ +2 പഠിക്കുന്ന ടൈമിൽ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. ഐ എം സ്റ്റിൽ റിമെമ്പറിംഗ് ദാറ്റ്. വാട്ട് ആർ ദ മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത്? സോ ലിറ്ററലി ഒട്ടും പഠിക്കാത്ത എനിക്ക് എന്ത് മാഗ്നറ്റിക് എലമെന്റ്സ്? സോ ഞാൻ എനിക്ക് തോന്നുന്ന കുറച്ച് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിന്റെ പേര് എഴുതി വെച്ചു, ലൈക്ക് അയൺ, കൊബാൾട്ട്, നിക്കൽ എന്നൊക്കെ. ഇപ്പൊ ബേസിക്കലി ഫിസിക്സ് പഠിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും വാട്ട് ആർ ദ മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത്. അത് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ, മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് എന്നൊക്കെ പറയുന്ന പ്രോപ്പർട്ടീസ് ആണ്. അതൊന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. ഈവൻ ഇൻ മൈ റിപ്പീറ്റിംഗ് ടൈം ഓൾസോ എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ സൂപ്പർ റിപ്പീറ്റ് ടൈമിൽ എനിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിഷ്പ്രയാസം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര സ്ട്രഗിൾ ആക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആൻഡ് യു നോ വാട്ട്, എനിക്ക് നീറ്റിൽ ബയോളജിനേക്കാൾ സ്കോർ ഫിസിക്സിനാണുള്ളത്. സോ ഐ ഗസ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് മൈ ലെവൽ, റൈറ്റ്? ബേസിക്കലി ഞാനൊരു മോട്ടിവേഷണലിസ്റ്റോ ഒരു പഠിപ്പിസ്റ്റോ അല്ല, ബട്ട് എനിക്ക് ഇത്ര മാറ്റം വരാൻ ഞാൻ എന്തെല്ലാം ചെയ്തതെന്ന് പറഞ്ഞു തരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ.